നാലാമത്തെ ചാപ്റ്ററാണ് തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് പഠിക്കണം, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ എങ്ങനെയാണ് സ്ഥാപനം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അതിന്റെ മാക്സിമം പ്രോഫിറ്റൈസ് ചെയ്യുന്നതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട ഒരു കർവ് ഉണ്ട്, അത് ചിലപ്പോൾ എസ്സേയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 3 കണ്ടീഷൻസ് ഏതാന്ന് ചോദിക്കും. ആ ചിത്രം വരച്ചുകൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ റവന്യൂ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. റവന്യൂവില് നമ്മൾ ടോട്ടൽ റവന്യൂ, അതുപോലെ ആവറേജ് റവന്യൂ, അതുപോലെ മാർജിനൽ റവന്യൂ, അതായത് നമുക്ക് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി, അതുപോലെ TR-ഉം അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ തരും. ബാക്കി AR-ഉം MR-ഉം നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുക. അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ ഷട്ട് ഡൗൺ പോയിന്റ് എന്താണ്, അതുപോലെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണ്, 1 വേർഡിൽ ചോദിക്കാൻ പറ്റുന്നതാണ് ഷട്ട് ഡൗൺ പോയിന്റും ബ്രേക്ക് ഈവൻ പോയിന്റും. ഓക്കെ, ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, അല്ലെങ്കിൽ അത് ഡിഫറൻസ് വെച്ച് ചോദിക്കാനൊക്കെ സാധ്യത ഉള്ളതാണ്. ഓക്കെ, അപ്പൊ മറക്കാതെ പഠിച്ചോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മറ്റൊന്നാണ് ഡിറ്റർമിനൻസ് ഓഫ് ഫേം സപ്ലൈ കർവ്. ഒരു ഫേംസിന്റെ സപ്ലൈ കർവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? 3 പോയിന്റുകളാണ് അവിടെ ഉള്ളത്. അതുപോലെ സപ്ലൈ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഇവിടെ പഠിക്കാനുണ്ട്. സപ്ലൈയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് പെർസെന്റേജ് മെത്തേഡിലെ സപ്ലൈ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കാണുന്നതിന്റെ ആ ഒരു പ്രോബ്ലം ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ പ്രോബ്ലം ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയുടെ പ്രോബ്ലവും ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, വേറെ ഒന്നും അതിൽ കാര്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതില്ല. പക്ഷെ ഈ ചാപ്റ്റർ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, അതുപോലെ ഷട്ട് ഡൗൺ പോയിന്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, മറക്കണ്ട. ദെൻ 5ാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ പഠിക്കാനുള്ള ലാസ്റ്റ് ചാപ്റ്റർ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തില് എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ എന്താന്ന് പഠിക്കണം. ഓക്കെ, എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ എന്താന്ന് പഠിക്കണം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഈ ഡിമാൻഡിന്റെ ഷിഫ്റ്റ് പഠിക്കാനുണ്ട്. ഓക്കെ, ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം